ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കൺമഷിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മൺവിളക്ക് അല്ലെങ്കിൽ ചിരാതാണ് കേട്ടോ. ഇതില്ലാത്തവർക്ക് ഓട്ടുവിളക്കായാലും എടുക്കാവുന്നതാണ്. മൺവിളക്കാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. രണ്ടാമതായി ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് നെയ്യാണെങ്കിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമ്മൾ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ വേണം എടുക്കാൻ. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കൺമഷിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കലർപ്പില്ലാത്ത വെളിച്ചെണ്ണ ആവശ്യമാണ്. മൂന്നാമതായി ഞാൻ എടുക്കുന്നത് ആൽമണ്ടാണ് കേട്ടോ. ആൽമണ്ട് അഥവാ ബദാം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. നാലാമതായി ഞാൻ എടുക്കുന്നത് ഒരു സ്റ്റീൽ പാത്രമാണ്. സ്റ്റീൽ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൺമഷി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച മൺവിളക്കിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വിളക്ക് തിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തിരി നന്നായിട്ട് എണ്ണയിൽ മുങ്ങിയിരിക്കണം. നമ്മുടെ ആ തിരി പൂർണ്ണമായിട്ടും എണ്ണയിൽ മുങ്ങി ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആൽമണ്ട് ആ എണ്ണയിലേക്ക് മുക്കി നമുക്കതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്ന പോലെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി വലിപ്പം കൂടിയ ആൽമണ്ട് എടുക്കാൻ നോക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ആൽമണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തത്. നമുക്ക് വലിപ്പം കൂടുതലുള്ള ആൽമണ്ട് ആണെങ്കിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൽമണ്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് തിരി വരുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്ത് കൊടുക്കാൻ. കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്ഷമയോടെ നമ്മളിത് പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതൊന്ന് കത്തിക്കുന്നുണ്ട്. നമ്മുടെ തിരിയും ആൽമണ്ടും കത്തിയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ഈ ആൽമണ്ടും തിരിയും ഒരുപോലെ കത്തണം, എങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് നേരം അങ്ങനെ കത്താൻ വിട്ടു കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് കത്തി വരും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ആൽമണ്ട് നന്നായി കത്തി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പാത്രത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു തീപ്പെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സ് ബോക്സ് എന്നിട്ട് ഞാൻ പാത്രം കമഴ്ത്തി കൊടുക്കുകയാണ്. അത് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മാക്സ് ബോക്സ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മുടെ ആ എണ്ണ പൂർണ്ണമായും കത്തി തീരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ ഡയറക്റ്റ് കൈകൊണ്ട് നമ്മൾ ആ പാത്രം എടുത്ത് നോക്കരുത്. നമ്മൾ ഒരു തുണിയുടെ സഹായത്തോടെ വേണം നമ്മൾ നോക്കാൻ. നമ്മുടെ കൺമഷി എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മൾ തയ്യാറാക്കി എടുത്ത കൺമഷി. പാത്രത്തിൻ്റെ അടിവശത്തായിട്ട് പറ്റി പിടിച്ച് കൺമഷി ഇങ്ങനെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനാകും. ഞാൻ കുറച്ച് സമയം മാത്രമാണ് വെച്ചത്, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിവശം മുഴുവനായിട്ട് നമുക്ക് കൺമഷി കിട്ടിയേനെ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് മാത്രമാണ് വെച്ചത്. നമുക്കൊരു ഇയർബഡ്സിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ കൺമഷി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു കൺമഷിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആ ഇയർബഡ്സിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് ആ കൺമഷിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനാകും. ഒരു അല്പം മാത്രം എടുക്കുക. വെളിച്ചെണ്ണ അല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും.
എന്നിട്ടിങ്ങനെ ആവശ്യത്തിന് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വെളിച്ചെണ്ണയും ആ കന്മഷിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കന്മഷിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് കൈവിടാതെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനാവും എത്ര നല്ല രീതിയിലാണ് നമുക്ക് ആ കന്മഷി കിട്ടിയിട്ടുള്ളത് എന്ന്. നല്ല കറുത്ത നിറത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കന്മഷിയാണിത്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇതുവരെ ആർക്കും ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻറ്റിൽ പറയുക. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് കന്മഷി എഴുതുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കന്മഷി ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലതാണിത്. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമുക്കിതൊന്ന് വരച്ച് നോക്കാം. നിങ്ങൾക്ക് കാണാനാകും എത്രമാത്രം കറുപ്പാണ് നമ്മുടെ ഈ കന്മഷി കിട്ടിയിട്ടുള്ളതെന്ന്. കറുപ്പിന് വേണ്ടി യാതൊരുവിധ കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഈ കന്മഷി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് തികച്ചും നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണാനാകും നമ്മുടെ റിസൾട്ട് എന്താണെന്ന്. നമുക്ക് കുറച്ച് പൗഡറും കൂടെ ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് പടരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.